അപ്പൊ നിങ്ങൾ സ്വഹീഹായ ഹദീസ് ഒരിക്കലും തള്ളില്ല, ഉറപ്പല്ലേ? ഇല്ല, തള്ളില്ല. ഓക്കെ, അപ്പൊ ഇനി ഞാനൊരു സ്വഹീഹായ ഹദീസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആ ഹദീസിൽ ഈ പറയുന്ന രീതിയിൽ ഈ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മുഹമ്മദ് നബിയെ ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങളത് തള്ളുമില്ലേ? സ്വഹീഹായ ഹദീസ് കാണിച്ചു തന്നാൽ നിങ്ങൾ ആ ഹദീസ് പറയൂ. നിങ്ങൾ ആ സഹിയായ ഹദീസാണെങ്കിൽ തള്ളുമില്ല, അത് ആദ്യം പറയും. നിങ്ങൾ അങ്ങനെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഹദീസ് പറയും. സ്വഹീഹായ ഹദീസിൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അടിമകളാക്കപ്പെട്ട അറബി പെണ്ണുങ്ങളെ പൂശാൻ വേണ്ടിയിട്ട് കൂട്ടു നിൽക്കുന്ന മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്ന ഒരു സ്വഹീഹായ ഹദീസ് ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ അത് തള്ളുമോ ഇല്ലേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയ് കോയ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. സ്വഹീഹായ ഹദീസിൽ ഈ പറയുന്ന അറബി പെണ്ണുങ്ങളെ പൂശാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബി പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ ആ ഹദീസ് നിങ്ങൾ തള്ളുമോ ഇല്ലേ? അതാദ്യം പറയും. ചോദിച്ചാൽ ഉത്തരം പറയും. നിങ്ങൾ എന്തിനു വേണേലും വിളിച്ചോ, ആ പറയുന്ന കാര്യത്തിന് ബാക്കി ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കാൻ സൗകര്യം ഉണ്ടാവണം. അല്ലെങ്കിൽ വെറുതെ വിളിച്ചിട്ട് വെറുതെ മനുഷ്യന്റെ സമയം മെനക്കെടുത്തരുത്. നിങ്ങൾ സഹിയായ ഹദീസ് തള്ളില്ല എന്ന് പറഞ്ഞു, ഉറപ്പല്ലേ? തള്ളൂലല്ലോ. തള്ളുമോ ഇല്ലേ? തള്ളുമോ ഇല്ലേ? നിങ്ങൾ സഹിയായ ഹദീസ് തള്ളുമോ ഇല്ലേ? ഒന്നുകൂടി പറയും. എന്റെ പൊന്നാശാന, നിങ്ങൾ പറയട്ടെ, നിങ്ങൾ സഹിയായ ഹദീസ് തള്ളുമോ ഇല്ലേ? നിങ്ങൾ എന്തിനാ പേടിക്കണത്? നിങ്ങൾ 150% ഉറപ്പുണ്ടെന്ന് പറഞ്ഞ ആളല്ലേ? അങ്ങനെ മുഹമ്മദ് നബി പൂശാൻ പറയില്ല എന്ന് ഇത്ര ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് പേടിക്കണത്?